എപ്പോഴാണ് നമ്മൾ ഉണരേണ്ടത്, എപ്പോഴാണ് നമ്മൾ മടങ്ങി വരേണ്ടത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പന്നിക്കുട്ടി ചെല്ലുന്നത് വരെ നമ്മൾ നോക്കിയിരിക്കുകയല്ല. ഈ തീയുടെ ഒരു ചെറിയ അംശം നമ്മുടെ ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ആത്മീയ ജീവിതത്തിൽ, എൻ്റെ ഭവനത്തിൽ, എൻ്റെ സമൂഹത്തിൽ ഈ തീയുടെ അംശം ഉണ്ടാകുന്ന ആദ്യത്തെ സന്ദർഭത്തിൽ തന്നെ ഞാൻ എന്ത് ചെയ്തിരിക്കണം? ഉണർന്നിരിക്കണം. ഒരു വലിയ ഉണർച്ച ആവശ്യമാണ്. കാരണം ഒരു ചെറിയ തീ മതി വീടിനെ കത്തിക്കാൻ. തുടക്കം വളരെ ചെറിയ കാര്യം മതി. ഒരു ചെറിയ തീ മതി വീടിനെ കത്തിക്കാനെന്നല്ല, ഒരുപക്ഷെ ഒരു കാടിനെ തന്നെ കത്തിക്കാൻ എന്ത് മതി? ഒരു ചെറിയ തീ മതി. അതുകൊണ്ട് ഈ തീയുടെ ചെറിയ തുടങ്ങുമ്പോഴേ നമ്മൾ അറിയണം, ഒരുപക്ഷെ നമ്മളിൽ ആരംഭിച്ചിരിക്കുന്ന ദ്രവ്യാഗ്രഹത്തിന്റെ ഒരു ചെറിയ തീ മതി എൻ്റെ ആത്മീയതയെ മുഴുവൻ നശിപ്പിച്ച് എന്നെ നരകത്തിന് അധീനനാക്കുവാനായിട്ട്. അതൊരു പക്ഷെ നമ്മൾ അറിയുന്നില്ല. ഞാനൊരു ദ്രവ്യാഗ്രഹിയാണോ എന്ന് ഞാൻ എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കണം. കാരണം ഈ ദ്രവ്യാഗ്രഹമൊക്കെ വളരെ ചെറിയ തീയാണ്. പക്ഷേ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, നിർത്താൻ പറ്റത്തില്ല. നമ്മൾ എത്രയോ പേരെ കണ്ടിട്ടുണ്ട്. എത്രയോ വിശുദ്ധന്മാരായി ജീവിച്ച ആളുകളുടെ ജീവിതം തകർന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്താണ്? അവരുടെ ജീവിതത്തിൽ വന്നു കയറിയ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഒരു ചെറിയ തീയാണ്. അതുകൊണ്ട് ഈ മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന സുഖങ്ങളുടെ, അല്ലെങ്കിൽ അവരെ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിൽ നിന്ന് അവരെ തടസ്സപ്പെടുത്തിയതായ ഈ സുഖലോലുപതയുടെ, അല്ലെങ്കിൽ ലൗകിക സുഖത്തിൻ്റെ, അല്ലെങ്കിൽ ഒരു TV ഷോയുടെ, എന്തുമായിക്കോട്ടെ, നമ്മുടെ ലോകമോഹങ്ങളുടെ തീ ഒരു ഭവനത്തിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനെ പലപ്പോഴും അടക്കിക്കളയാനായിട്ട് കഴിയുന്നില്ല. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, ഈ തലമുറയിൽ പിശാച് ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും വലിയ അവൻ്റെ തന്ത്രം എന്ന് പറയുന്നത് മോഹങ്ങളെ തീ പിടിപ്പിക്കുകയാണ്. പണ്ടൊക്കെ നമുക്ക് വളരെ സംതൃപ്തിയുള്ള ഒരു ലൈഫ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ആർക്കും സംതൃപ്തിയില്ല. എപ്പോഴും പുതിയത് കിട്ടാനുള്ള ഒരു മോഹമുണ്ടായിരുന്നു, അല്ലേ? ഞാനൊരു പുസ്തകത്തിൽ വായിച്ചതനുസരിച്ച് നമ്മളെപ്പോഴും പറയും, എവിടെയെങ്കിലും ഒരു കരയ്ക്ക് അടുപ്പിക്കണമെന്നാണ് നമ്മളുടെ ആദ്യത്തെ മോഹം. ഒരു കരയ്ക്ക് അടുക്കുക എന്നുള്ളതാണ് ആദ്യത്തെ മോഹം. അതായത് നമ്മളിങ്ങനെ എല്ലാവരും പറയുമല്ലോ, എടാ ഒരു കരയ്ക്ക് അടുക്കണം, അല്ലെങ്കിൽ അല്ല, നമ്മൾ പറയുന്നത് ഒരു സാധാരണ മലയാള ഭാഷയാണ്, ഒരു കരയ്ക്ക് അടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ജോലി കിട്ടുക. അല്പം പണ്ടത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ജോലിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പെങ്ങളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു, ഒരു ചെറിയ വീടൊക്കെ വെച്ച്, അങ്ങനെ നമ്മൾ കരയ്ക്കടുക്കുക. പക്ഷേ ഈ കരയ്ക്കടുക്കാനുള്ള മോഹത്തിന്റെ പ്രശ്നം ഒരിക്കലും കരയ്ക്ക് അടുത്തില്ലെന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതാണ് അടുത്തത്. എപ്പോൾ ചോദിച്ചാലും നമ്മൾ പറയുന്നത് ഒരു കരയ്ക്ക് അടുക്കുക എന്നുള്ളതാണ്, അല്ലേ? അപ്പം ഒരിക്കലും ഇതെന്ത് ചെയ്യുന്നില്ല, കരയ്ക്ക് അടുക്കുന്നില്ല. നമ്മൾ കരയ്ക്ക് അടുക്കുന്നില്ലെന്നല്ല, കര നമ്മൾ കാണുന്നില്ല. നമ്മൾ എത്ര കരയ്ക്കടുത്താലും ഇപ്പോഴും നമ്മൾ കായലിലാണെന്നാണ് നമ്മുടെ ചിന്ത. ഇതേപോലെ തന്നെയാണ് മോഹങ്ങളുടെ ഒരു വലിയ പ്രശ്നം. നമ്മളെപ്പോഴും തുടങ്ങുന്നത് ചില്ലറ കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ചില ആളുകൾ പറയുമല്ലോ, 2 കൊല്ലം കൂടെ ജോലി ചെയ്തേച്ച് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങണമെന്നാണ് ഞാൻ തീരുമാനിക്കുന്നത്. അവൻ ജീവിതത്തിൽ ഇറങ്ങത്തില്ല. ചില ആളുകൾ പറയും, എന്നോട് ഇവിടുന്ന് US പോയ മിക്ക ആളുകളും പറഞ്ഞിട്ടുള്ളത്, സാജു ഞങ്ങൾ അവിടെ പോയ അധികം കാലം ഒന്നും നിൽക്കത്തില്ല, ഒരു കുറച്ച് നാൾ അവിടെ ചെന്ന് പിള്ളേരുടെ കാര്യത്തിലൊന്ന് ഒരു ക്രമീകരണമാക്കിയിട്ട് ഞങ്ങളിങ്ങ് പോരും. ഇവിടെ ആരെയും ഞാൻ പിന്നെ കണ്ടിട്ടില്ല. ഈ ഗൾഫിന് എല്ലാം പറയുമ്പോഴല്ലേ നമ്മൾ പറയുന്നത്, പിള്ളേരുടെ കാര്യത്തിൽ ഒരു ക്രമീകരണമാക്കിയിട്ട്. പിന്നെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ക്രമീകരണം ആയി എന്നൊരിക്കലും ഇവർക്ക് തോന്നത്തില്ല. അതാണ് ഈ മോഹത്തിന്റെ തീയുടെ പ്രശ്നം. ഈ മോഹത്തിന്റെ തീ പിടിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മളെ കാർന്ന് തിന്നുകൊണ്ടിരിക്കും. ദ്രവ്യാഗ്രഹത്തിന്റെ തീ, ലോകമോഹങ്ങളുടെ തീ, അത് നമ്മുടെ ഭവനത്തെ തകർക്കുന്നു. നമ്മുടെ ഭവനങ്ങളിൽ പണ്ടുണ്ടായിരുന്നതിൽ നിന്നുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പണ്ട് നമുക്ക് ഒരു നല്ല വിളവുണ്ടായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ കർഷകരായിരുന്ന ആളുകൾ നല്ലൊരു വിളവുണ്ടായി കഴിഞ്ഞാൽ അവർക്ക് സംതൃപ്തിയാണ്. പക്ഷെ ഇന്ന് എന്തില്ല, സംതൃപ്തിയില്ല. ഒരു നല്ല വിളവുണ്ടായി കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് പിന്നെന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെ കൂട്ടി വെക്കുക? എത്ര കൂട്ടിയാലും മാക്സിമം എന്താ സംഭവിക്കുന്നത്? ഞാൻ ചിലപ്പോൾ ആലോചിച്ചിട്ടുണ്ട്, ഈ അംബാനിമാർ വഴക്കുണ്ടാക്കിയെന്ന് പറഞ്ഞപ്പോൾ ഇവന്മാർ എന്തിനു വഴക്കുണ്ടാക്കിയേ? കാര്യം അവന്മാർക്ക് കുറച്ച് പൈസ കിട്ടിയിട്ട് എന്ത് കൊടുക്കാനാ? ഏതാണെങ്കിലും 2 പ്ലെയിനെ ഒരുമിച്ച് കയറി നിന്നൊന്നും പോകാനൊന്നും ഇവന്മാർക്ക് പറ്റത്തൊന്നുമില്ലല്ലോ. ഒരു പ്ലെയിനൊക്കെ വാങ്ങിക്കാനുള്ള കാശൊക്കെ അമ്മയുടെ ഇഷ്ടം പോലെ ഉണ്ട്. അവർക്ക് എന്താണ് ഇല്ലാത്തത്? എന്നാലും പിന്നെയും വഴക്കാണ്. എന്തുകൊണ്ടാണ്? സംതൃപ്തി ഇല്ല എന്നുള്ളതാണ് ഒരു വലിയ പ്രോബ്ലം ഉണ്ടാകുന്നത്. ഒരിക്കലും നമുക്ക് എന്തുണ്ടാകുന്നില്ല, സംതൃപ്തി ഉണ്ടാകുന്നില്ല. ഏത് കാര്യവും ആദ്യം ചെയ്യുമ്പം അത് ആദ്യം നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും. ഞാൻ 84-ലാണ് ആദ്യം പ്ലെയിനെ കയറുന്നത്. അപ്പോൾ 84-ൽ ഈ പ്ലെയിനെ കയറിയപ്പോൾ ഇതിപ്പോഴെങ്ങും താഴെ ഇറങ്ങല്ലോ നമ്മുടെ ചിന്ത. അത്രയും നേരം കൂടെ നമുക്ക് ഇവിടുത്തെ ഇരിക്കാമല്ലോ. കാര്യം ആദ്യമായിട്ട് കയറിയതല്ലേ. അപ്പോൾ സൈഡ് സീറ്റ് നോക്കിയൊക്കെ, വിൻഡോ സീറ്റ് നോക്കിയൊക്കെ നമ്മളിങ്ങനെ വാങ്ങിച്ച് ഇങ്ങനെ അന്തം വിട്ടിങ്ങനെ കുന്തം പിടിക്കുക പോലെ ഇങ്ങനെ അങ്ങനെ നോക്കിയൊക്കെ ഇരിക്കും. പിന്നെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതൊരു കോമൺ ആയിട്ട് വരുമ്പോഴത്തേക്ക് ഇപ്പം ഈ കുന്ത്രാണ്ട് എപ്പോഴും താഴെ ഇറങ്ങുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിലായി ചിന്ത. കാര്യം ഏത് സുഖങ്ങളും കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും, നമ്മൾ മടുത്തു പോകും. ഇതുപോലെയാണ് ഇപ്പോൾ തന്നെ സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം എന്ന് പറഞ്ഞ് 4 ദിവസം സ്റ്റാർ ഹോട്ടലിലെ ഭക്ഷണം കഴിച്ചാൽ പിന്നെ ഇച്ചിരി ഉപ്പുമാങ്ങായും കൂട്ടി ഇച്ചിരി കഞ്ഞി കുടിക്കാനായിരിക്കും നമ്മുടെ മനസ്സിലെ ഏറ്റവും വലിയ മോഹം. അപ്പോൾ ഈ വലിയ സുഖങ്ങളിലേക്ക് പോകുന്നവൻ ഏറ്റവും ഒടുവിൽ എന്താ എന്നറിയാമോ? ഏറ്റവും ഒടുവിൽ ഇവൻ ഈ സുഖങ്ങളെല്ലാം മടുത്ത് കഴിഞ്ഞിട്ട് ഒടുവിൽ ഇവൻ്റെ വെക്കേഷൻ എവിടെയാണ് അവൻ ചെയ്യുന്നതെന്ന് അറിയാമോ? ഏതെങ്കിലും കടൽ തീരത്ത് പോയി
അത് വലിയൊരു സ്റ്റാർ ഹോട്ടലായിരിക്കും, അതിൻ്റെ സൈഡിലൊരു കടൽ കാണും, അവനൊരു ചൂണ്ടയും ഒക്കെ പിടിച്ച് അവിടുന്ന് ഒരു മീനെ പിടിച്ച് ചുട്ടു തിന്നും. ഇതൊക്കെ അല്ലയോ ബാക്കി എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ സുഖങ്ങൾ കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഇവൻ എന്തെങ്കിലും ഒരു സുഖം വേണമെങ്കിൽ ആ പ്രാകൃതമായ നിലയിലേക്ക് മടങ്ങിപ്പോയാലേ ഇവൻ എന്തുണ്ടാകത്തുള്ളൂ, ഒരു മനസ്സിനൊരു സുഖം ഉണ്ടാകത്തുള്ളൂ, ഇല്ലേ? നമുക്കൊക്കെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കണമെന്ന് തോന്നും. കുറച്ച് കഴിയുമ്പോൾ ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് ഒടുവിൽ അവർക്ക് മീൻ ചുട്ട് തിന്നണമെന്നാണ് അവൻ്റെ അവസാനത്തെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പം നമ്മൾ എന്തുമാത്രം ഭാഗ്യവാന്മാരാ. കാര്യം ഈ സെലിബ്രിറ്റീസ് ചെയ്യുന്ന കാര്യമാണ് നമ്മൾ എന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇതൊരു വല്ലാത്ത തീയാണ്. ഈ മോഹത്തിൻ്റെ തീ എന്ന് പറയുന്നത് ലോകമോഹത്തിൻ്റെ ഒരു തീ. ഇത് വാസ്തവത്തിൽ ഭവനങ്ങളെയൊക്കെ നശിപ്പിച്ച് കളയുന്നത്. കാര്യം എന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, അഡ്വർടൈസ്മെൻറ്റ്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നമ്മളെ ഒത്തിരി സ്വാധീനിക്കുന്നുണ്ട്. ടെലിവിഷനിലെയും മറ്റുള്ള കാര്യങ്ങൾ. ഞാൻ പഠിച്ചത് ജേർണലിസം, അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊരു നല്ല പേര് കൊടുത്തിട്ടുണ്ട്. അതായത് അഡ്വർടൈസ്മെൻറ്റ് എന്നുള്ളതിന് പകരം ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ടെക്നിക്കൽ, അതിനൊരു ടേം കൊടുത്തിരിക്കുന്നത് പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എന്നാണ്. അതൊരു വലിയൊരു ടെക്നിക്കാണ്. എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇതുണ്ടെങ്കിലേ ഞങ്ങളുടെ കാശ്, നമ്മുടെ പത്രം നടത്തണമെങ്കിൽ ഇതേ പൈസ കിട്ടത്തുള്ളൂ. പക്ഷേ അത് ഒരു നോബിൾ കോസ് ആണെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്, പ്രോഡക്റ്റ് ഇൻഫർമേഷൻ. പക്ഷേ പ്രോഡക്റ്റ് ഇൻഫർമേഷൻ എന്ന് പറഞ്ഞു കൊടുക്കുന്ന അഡ്വർടൈസ്മെൻറ്റ്സ് ഒരിക്കലും സത്യമൊന്നും അല്ല ഈ പറയുന്നൊന്നും. അവിടെ നിങ്ങളെ മോഹിപ്പിക്കുന്നതായ ഓരോ കള്ളത്തരങ്ങൾ അതിനെ പൊതിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഈ സെലിബ്രിറ്റീസ് ഉപയോഗിക്കുന്നതായ ടീഷർട്ട് മറ്റുള്ള, അവനത് ഇടുന്നതിന് കാശ് കിട്ടുന്നുണ്ട്, നമുക്ക് കാശും കിട്ടുന്നില്ല. നമ്മൾ കാശ് കൊടുത്ത് ഈ സെലിബ്രിറ്റിക്ക് കൊടുക്കുന്ന 2 കോടിയും 3 കോടിയും 10 കോടിയും ഒക്കെ അല്ലേ ഇവർക്കൊക്കെ കൊടുക്കുന്നത്. ആ പൈസയുടെ കൂട്ടിയല്ലേ അവന് ഈ വിലയിടുന്നത്. ഈ ബ്രാൻഡഡ് ഐറ്റംസിനെല്ലാം വിലയിടുന്നതിൻ്റെ കാര്യം ഇതല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള മോഹങ്ങൾ നമ്മുടെ ഉള്ളിൽ വിതയ്ക്കാനായിട്ട് അതൊരു പ്രത്യേക ഒരു ലോകമാണ്. ആ മോഹങ്ങൾ വന്നു കഴിയുമ്പോഴത്തേക്ക് ഇതാണ് ജീവിതമെന്ന് നമ്മൾ അറിയാതെ അങ്ങ് തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് കൊച്ചു പിള്ളേർ തൊട്ട് പ്രായമുള്ളവർ വരെ ഒരു വീട്ടിലെ സകല ആളുകളും ഇന്നത്തെ ഒരു പ്രത്യേകത, അതാണ് ഞാൻ പറഞ്ഞത്, പിശാച് ഈ കാലയളവിൽ ഉപയോഗിക്കുന്ന വലിയ ഒരു ആയുധമാണ് മോഹം എന്ന് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് പണ്ടത്തെ കാലത്ത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കുള്ളത് ചെറിയ ചെറിയ കടകളല്ലേ. ആ കടകളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനല്ല, സൂപ്പർ മാർക്കറ്റുകളാണ്. സൂപ്പർ മാർക്കറ്റുകളിൽ 1 വാങ്ങിച്ചാൽ 3 ഫ്രീ എന്നാണ് പറയുന്നത്. ഈ മോഹങ്ങൾ ഉണ്ടായി കഴിയുമ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പോട്ടെ, പിന്നീട് വലിയ വലിയ കാര്യങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഓരോ പ്രാവശ്യം വണ്ടി മാറുന്നു, കാറ് മാറുന്നു, ഫ്രിഡ്ജ് മാറുന്നു, ഓരോ കാര്യങ്ങൾ പുതിയതും ഓരോരോ പുതിയ അഡ്വർടൈസ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ കാര്യങ്ങളെ മാറിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ മാറി വരുമ്പോഴത്തേക്ക് നമ്മുടെ വരുമാനത്തിനപ്പുറത്തുള്ള ചിലവുകൾ നമുക്ക് സ്വാഭാവികമായിട്ടുണ്ടാകുന്നു. പിന്നീട് കാര്യങ്ങളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയാത്ത രീതിയിൽ ഈ തീ ഇങ്ങനെ പടർന്ന് പിടിക്കുകയാണ്. പിന്നെ സുഖങ്ങളുടെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞുകൊണ്ടല്ലോ, ഒരിക്കലും ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ അതില്ലാതിരിക്കാൻ നമുക്ക് ഒരിക്കലും പറ്റത്തില്ല. പണ്ട് കാലത്ത് നമുക്ക് ഈ ഇലക്ട്രിസിറ്റി ഇല്ലാതിരുന്ന സമയത്ത് പാള കൊണ്ട് നമ്മൾ വിശറി ഉണ്ടാക്കി വീശുമായിരുന്നു, ഒരു പ്രശ്നമില്ലായിരുന്നു. ഇന്നിപ്പോൾ ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ 1 മിനിറ്റ് ഇലക്ട്രിസിറ്റി ഇല്ലാതെ നമുക്ക് ജീവിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുന്നില്ല, ഇല്ലേ? ആലോചിക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഓരോ സുഖങ്ങളിലേക്ക് ഒന്ന് കയറിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് നമുക്ക് ഒരു ഫാൻ നമുക്ക് അധികം പറ്റായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് എയർ കണ്ടീഷണർ അത്യന്താപേക്ഷിതമായി. എന്തെങ്കിലും ഒന്ന് ഉപയോഗിച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന പ്രശ്നം, ഉപയോഗിക്കരുതെന്നല്ല ഞാൻ പറയുന്നത്, ഉപയോഗിച്ചുണ്ടായുള്ള പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായി അതിന് താഴേക്ക് പോകാനായിട്ട് നമുക്ക് പലപ്പോഴും പ്രയാസമാണ്. ഈ മോഹങ്ങൾ എപ്പോഴും മുകളിലോട്ടേ കയറത്തുള്ളൂ. എൻ്റെ ഒരു ഫ്രണ്ട്, ഒരു പാസ്റ്ററുണ്ട്, പുള്ളി പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മൾ ഈ പശുവിനെയൊക്കെ സ്റ്റെയർ കേസേ വേണമെങ്കിൽ മുകളിലോട്ട് കയറ്റാം, ഒന്ന് അടിച്ചു കൊടുത്താൽ മതി, ഇത് മുകളിലോട്ടും കയറി പോകും. പക്ഷേ അതിനെ താഴോട്ട് ഇറക്കണമെങ്കിൽ നടക്കത്തില്ല. ശരിയല്ലേ? ഈ പശുവിനെയൊക്കെ സ്റ്റെയർ കേസ് ഇങ്ങനെ ചവിട്ടി വേണമെങ്കിൽ പശു അങ്ങ് മുകളിലോട്ടും കയറി പോയിക്കോളും. ഈ മോഹങ്ങളുടെ കാര്യം ഇതുപോലെയാണ്. നമ്മൾ ഏതെങ്കിലും കാര്യത്തിൽ ഈ മോഹത്തിൻ്റെ തീക്കകത്ത് പെട്ടുപോയി കഴിഞ്ഞാൽ സ്റ്റെയർ കേസിൽ നിന്ന് മുകളിലോട്ട് കയറുന്ന പോലെ കയറി പോവുകയല്ലാതെ ഇതിനകത്തൊന്ന് ജന്മം ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, താഴോട്ട് ഇറങ്ങി വരാൻ പറ്റാത്തൊരു സ്റ്റേജ്. അതുകൊണ്ട് നമ്മുടെ ഭവനത്തെ തകർക്കുന്നതായ അനുഭവമാണ് പലപ്പോഴും എവിടെ നിന്നുണ്ടാകുന്നത്, ഈ മോഹങ്ങളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നത്. ഈ തീ പിടിക്കുമ്പോൾ തന്നെ നമ്മൾ താഴെ ഇരുന്ന് മനസ്സിലാക്കണം, നമുക്ക് ബോധ്യം ഉണ്ടായിരിക്കണം, വിശ്വാസികളായ ഓരോരുത്തരും മനസ്സിലാക്കണം, വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളിൽ ഒന്നാണ് മോഹിക്കരുത് എന്ന് പറയുന്നത്. പക്ഷേ ഇതിന് നേരെ വിപരീതമാണ് പ്രവാചകന്മാരിൽ എന്നും എന്ന് പറയുന്നത്. പ്രവാചകന്മാർ പറയുന്നത് ഇഷ്ടം പോലെ മോഹിച്ചോളാനാ, എന്നാൽ വേദപുസ്തകം പഠിപ്പിക്കുന്നത് മോഹിക്കരുത്. പ്രവാചകൻ പറയുന്നത് നിനക്ക് വേണ്ടി ദൈവം ഒത്തിരി കാര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, ഇതൊക്കെ നീ മോഹിക്കണം. ഒരുക്കിയിട്ടുണ്ടെന്നല്ല പറയുന്നത്, നിന്റെ മോഹങ്ങളെല്ലാം നിർവഹിക്കാനായിട്ട് ദൈവത്തെ ഉപയോഗിക്കാനാണ് പ്രവാചകൻ വന്ന് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് അവരെപ്പോഴും പറയുന്നത്, നീ സ്വപ്നം കാണുക, നീ സ്വപ്നം കണ്ടാൽ നീ ആ സ്വപ്നം കാണുന്ന കാര്യം ഗർഭം ധരിച്ച് പ്രസവിക്കും. നീ കാറ് വേണമെങ്കിൽ കാറിനെ സ്വപ്നം കാണണം, കാറിനെ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ 6 മാസം കഴിയുമ്പോൾ കാറൊരു പ്രസവിക്കും. വേദോസം പറയുന്നു മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. ഇവർ വന്ന് പറയുന്നു മോഹം ഗർഭം ധരിച്ച് കാറിനെ പ്രസവിക്കുന്നു. നിങ്ങൾ തന്നെ ചിന്തിക്കുക എൻ്റെ പ്രിയമുള്ളവരെ, വേദോസവിപരീതമായ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതിനെ നിങ്ങൾ എപ്പോഴും നിരുത്സാഹപ്പെടുത്തണം. കാര്യം ബിബ്ലിക്കലായിട്ട് കാര്യങ്ങൾ പഠിപ്പിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, പറയാൻ പറ്റുന്നില്ലെങ്കിൽ അത് അവിടെയാണ് മദ്യപന്മാരെ എന്ന് വിളിക്കേണ്ടി വരുന്നത്. ബിക്കോസ് നമ്മൾ ഈ മോഹത്തിൻ്റെ തീ പിടിച്ചിരിക്കുകയാണെന്നുള്ളത് തിരിച്ചറിയാതെ
മുകളിൽ നമ്മൾ എന്താണ് മുകളിൽ തീ പിടിച്ചിരിക്കുന്ന തിരിച്ചറിയാതെ ഈ മോഹത്തിന്റെ തീ നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നമ്മൾ ഈ ബാക്കിയുള്ള കാര്യത്തെക്കുറിച്ചൊന്നും അറിയുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം. ജഡികോല്ലാസത്തിന്റെ തീ ഇന്ന് യുവജനങ്ങളെ ശരിക്കും ശരീരത്തിന്റെ ഉല്ലാസങ്ങൾക്ക് വേണ്ടി, ഇന്ന് കുഞ്ഞുങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ ജസ്റ്റ് എൻജോയിങ്. ഐ എം എൻജോയിങ്. അവർ പറയുന്നത് അങ്ങനെയാണ്. എൻജോയ്മെന്റിന് വേണ്ടിയുള്ള, സുഖങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ജീവിതമാണ് ഇന്നത്തെ യുവതലമുറയ്ക്കുള്ളത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അതിന് പറ്റുന്നതായ നിലയിൽ ഒരു ചെറുക്കനൊരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, പണ്ട് കാലത്ത് നമ്മുടെയൊക്കെ പ്രായത്തിൽ നമുക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇവിടെ ഇരിക്കുന്ന നല്ലൊരു ശതമാനം ആളുകളുടെയും നിങ്ങൾക്ക് ജോലി കിട്ടിയതായ സമയത്ത്, അല്ലെങ്കിൽ നിങ്ങളൊരു ജീവിതം തുടങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു, റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അപ്പച്ചൻ്റെ കടം വീട്ടാനുണ്ടായിരുന്നു, അല്ലെങ്കിൽ വീടിൻ്റെ പണി ബാക്കി ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കണമായിരുന്നു, പെങ്ങളെ കെട്ടിക്കണമായിരുന്നു, എന്തെല്ലാം കാര്യങ്ങൾ. ഇന്നത്തെ പിള്ളേരുടെ പ്രശ്നം, ഇവർക്ക് ഇങ്ങനത്തെ യാതൊരു രീതിയിലുള്ള ആവശ്യം, അവർക്ക് ഓൾറെഡി നിങ്ങൾ വീട് പണിത് കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഓൾറെഡി വണ്ടി കൊടുത്തിട്ടുണ്ട്, അവർക്ക് ഓൾറെഡി അവൻ്റെ പെങ്ങളെ എല്ലാം കെട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഓൾറെഡി പണം എടുത്ത് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതും നിങ്ങളുടെ മക്കളുടെ മക്കൾക്ക് വേണ്ടിയുള്ളതും നിങ്ങൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഈ കുഞ്ഞുങ്ങൾക്ക് ഇപ്പോൾ ആകെപ്പാടെ കിട്ടുന്ന പണം ഉല്ലാസപൂർവ്വം ചെലവഴിക്കുക എന്നുള്ളതല്ലാതെ, ഇവനൊക്കെ IT കമ്പനി കയറുന്ന 40,000, 60,000, 70,000 തുടങ്ങുമ്പോൾ കിട്ടുന്നു. ഇവൻ എന്തോ ചെയ്യും ഈ പൈസ കൊണ്ട്? നേരത്തെ നിങ്ങൾക്ക് കിട്ടിയ പണം കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാൻ എന്തെല്ലാം കാര്യം ഉണ്ടായിരുന്നു, ഇവൻ എന്തോ ചെയ്യാനാ? അതുകൊണ്ട് ഇവരെന്ത് ചെയ്യുന്നു? ജഡികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി എക്സസ് മണി എപ്പോഴും പ്രശ്നം ഉണ്ടാക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ് എക്സസ് മണി എന്ന് പറയുന്നത്, എക്സ്ട്രാ മണി. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്ന ചില കാര്യം കേൾക്കുമ്പോഴേ ആൾക്കാർ ചിരിക്കാൻ തുടങ്ങും. എനിക്കറിയാമല്ലോ എന്തുകൊണ്ടാണെന്ന്. സത്യമാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നെങ്കിൽ അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഉപകാരം അവർക്ക് വേണ്ടി യാതൊന്നും സമ്പാദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആൾക്കാർ ഇത് കൊള്ളാമല്ലോ, നിങ്ങൾ കുഞ്ഞുങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി യാതൊന്നും സമ്പാദിക്കാതിരിക്കുക. കാരണം നിങ്ങൾ സമ്പാദിച്ചു കൊടുക്കുന്നത് കൊണ്ട് സംഭവിക്കുന്നതെന്നറിയാമോ? അവർക്ക് വേറെ ഒന്നും ചെയ്യാനില്ല. അതുകൊണ്ടാണ് അവർക്ക് എക്സസ് മണി ഉണ്ടാകുന്നത്. നിങ്ങൾക്ക് ജോലി കിട്ടിയപ്പോൾ നിങ്ങൾക്ക് എക്സസ് മണി ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ പ്രായത്തിൽ അല്ലെങ്കിൽ എൻ്റെ പ്രായത്തിലുള്ള ആളുകൾക്ക് ജോലി കിട്ടിയപ്പോൾ അറ്റപ്പറ്റ നമ്മൾ എന്ത് ചെയ്യായിരുന്നു? കാര്യങ്ങളെ നിർവഹിക്കായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനല്ല. ഇവന് എക്സ്ട്രായാണ് ശമ്പളം കിട്ടുന്നത്. അവനിപ്പോൾ 40,000 രൂപ 50,000 രൂപയും കൊണ്ട് അവന് കിട്ടിക്കഴിഞ്ഞാൽ അവൻ എന്ത് ചെയ്യാനാ? അവന് യാതൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് എന്താണ്? അവനുള്ള പണം എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു? ജഡികമായ ഉല്ലാസങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നു. അതുകൊണ്ടാണ് പലപ്പോഴും ഈ യുവതലമുറ നഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിലേക്ക് പോകുന്നത്. അവന് ചെയ്യാനൊന്നുമില്ലാത്ത ഒരു സ്റ്റേജിൽ, അതല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾക്ക് ഇല്ലാത്ത ഒരു സ്റ്റേജിൽ എക്സ്ട്രാ മണി കിട്ടുന്നു. എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. എക്സ്ട്രാ മണി എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതൊരു ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾ അല്ലാതെ വരുന്നതും അതുകൊണ്ടാണ്. ഞാനിപ്പോൾ അതിനെക്കുറിച്ചല്ല ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. എങ്കിലും ഞാൻ പറയട്ടെ, ഇന്ന് യുവജനങ്ങളെ ജഡികൊല്ലാസങ്ങളുടെ തീ പിടിച്ചിരിക്കുകയാണ്. നിങ്ങൾ അത് തീ തിന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തീയുടെ പ്രത്യേകത നമ്മൾ പറഞ്ഞല്ലോ, ഒരു ചെറിയ തീ മതി ഇതങ്ങ് പടർന്ന് പിടിക്കുന്നെന്ന് പറഞ്ഞതുപോലെ, ഇന്ന് ഈ ടെക്നോളജിയുടെയും മറ്റും ഈ അതിപ്രസരത്തിൽ ഏത് തീയും പടർന്ന് പിടിക്കുകയാണ്.